പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ഷെയ്മസിൻ്റെ ഡബ്ല്യുഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. പാറ്റ് മക്കഫിയുടെ ഇന്നലെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പാറ്റ് മക്കഫി ഇപ്പോൾ ഷെയ്മസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് വെളിപ്പെടുത്തുകയുണ്ടായി. ഡബ്ല്യുഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഷെയ്മസ് പുതുക്കിയിരിക്കുന്നു എന്നാണ് പാറ്റ് മക്കഫി പങ്കുവെക്കുന്നത്. ഷെയ്മസും പിന്നീട് ഇത് സ്ഥിരീകരിക്കുകയുണ്ടായി. മൾട്ടി ഇയർ ഡീലാണ് ഷെയ്മസ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഒന്നിലധികം വർഷം തുടർന്ന് ഷെയ്മസ് ഡബ്ല്യുഡബ്ല്യുയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഷെയ്മസിന് നിലവിൽ കൃത്യമായിട്ടുള്ള സ്റ്റോറിയും കൃത്യമായിട്ടുള്ള മത്സരങ്ങളും റോ എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട്. റോ എപ്പിസോഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി കാണാൻ സാധിക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് ഷെയ്മസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണ്. നിലവിൽ പീറ്റ് ഡൺ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ഷെയ്മസ് സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഷെയ്മസ് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും ഷെയ്മസിന് കൃത്യമായി വിജയങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി അവർ കാണിക്കുന്നുണ്ട്. ഷെയ്മസിനെ അവർ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആക്കുമെന്നുള്ളൊരു രീതിയിലാണ് നിലവിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഷെയ്മസ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യു പുതുതായി കൺഫേം ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഇവന്റിനെ സംബന്ധിച്ചാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പേര് കൊടുത്തിട്ടുള്ള കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് WWF എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നടത്തിയിരുന്ന ഷോയുടെ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യു കൺഫേം ചെയ്തിട്ടുള്ളത്. ഡിസംബർ മാസത്തിലാണ് ഈ ഒരു സ്പെഷ്യൽ ഇവന്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇവന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രീമിയം ലൈവ് ഇവന്റുകളും അമേരിക്കയിൽ അവർ സ്ട്രീം ചെയ്യുന്നത് പീകോക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. ടെലിവിഷനിൽ അവർ സ്ട്രീം ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ജിയോ സിനിമയിലും ഒക്കെ ഷോസ് പ്രീമിയർ ചെയ്യുന്ന പോലെയാണ് അവരുടെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഡബ്ല്യുഡബ്ല്യുയുടെ പ്രീമിയർ ചെയ്യാറുള്ളത്. അല്ലാതെ USA നെറ്റ്വർക്കിലോ ഫോക്സ് നെറ്റ്വർക്കിലോ അവരുടെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് കാണിക്കാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ അവർ അവിടെ ടെലിവിഷനിൽ കാണിക്കുന്ന സ്പെഷ്യൽ ഇവൻറ്റ് എന്നുള്ളൊരു പ്രത്യേകത ആണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഉള്ള ഇവൻറ്റിൽ അവർ ഇപ്പോൾ തന്നെ ഏതൊക്കെ സൂപ്പർ സ്റ്റാർസാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് പങ്കുവച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പങ്കുവെക്കാനുള്ളത്. സെത്ത് റോളിൻസ് ഈ ഒരു ഷോയുടെ ഭാഗം ആയേക്കും എന്നുള്ളതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സെത്ത് റോളിൻസിന് അതിനിടയിൽ വലിയ ഇഞ്ചുറി ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഡിസംബറിലെ ഷോയിൽ നിന്ന് സെത്തിനെ അവർ മാറ്റാൻ സാധ്യതയുള്ളൂ. സെത്ത് റോളിൻസിനെ കൂടാതെ ബിയാങ്ക ബെലേർ, ലിക് മോർഗൻ, കോഡി റോഡ്സ്, റോമൻ റിയൻസ് തുടങ്ങിയവരുടെ ഒരു പിക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യു പുറത്തേക്ക് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഈ 5 റെസ്ലേഴ്സിനെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റോറി ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് പ്രതീക്ഷിക്കാം. ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ഷോ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിക്കുക. സെത്ത് റോളിൻസ് ഈ ഇവൻറ്റിലോ അല്ലെങ്കിൽ ഈ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റോറി ലൈനിൽ അതിന് മുൻപത്തെ റോ വീക്ക്ലി എപ്പിസോഡിലോ ഒക്കെ സെത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. നിലവിൽ ബ്രോൺസൺ റീഡിൻ്റെ ഒരു ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്ക് മൂലം ഇഞ്ചുറി കാണിച്ചുകൊണ്ട് സെത്ത് മാറി നിൽക്കുകയാണ്. സെത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ബാഡ് ബ്ലഡ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് മേജർ പദ്ധതികളെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിന് സർവൈവർ സീരീസിലും അത് കഴിഞ്ഞ് വരുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലും മത്സരം ഉണ്ടായിരിക്കുമെന്നുള്ളതും ഡബ്ല്യുഡബ്ല്യു ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ റൂമേഴ്സ് പ്രകാരം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ക്രൗൺ ജുവലിലും റോമൻ റെയിൻസ് വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ക്രൗൺ ജുവലിൻ്റെ ഒരു റൂമർ മാത്രമാണ്. എന്നാൽ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ്, സർവൈവർ സീരീസ് തുടങ്ങിയ ഇവൻറ്റുകളിൽ ഒഫീഷ്യലായി ഡബ്ല്യുഡബ്ല്യു തന്നെ റോമൻ റെയിൻസിനെ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു അപ്പിയറൻസും മത്സരവും നമുക്ക് ഈ 2 ലൈവ് ഇവൻറ്റ്സിലും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.